പാവർട്ടി സെന്ററിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി വൺവേ സംവിധാനം തിങ്കളാഴ്ച മുതൽ ആരംഭിച്ചു. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ സ്കൂൾ സമയം രാവിലെ 8:30 മുതൽ 10:30 വരെയും വൈകിട്ട് 3:30 മുതൽ 5:30 വരെയുമാണ് വൺവേ സംവിധാനം നടപ്പിലാക്കുന്നത്. വൺവേ സംവിധാനത്തിന്റെ ട്രയൽ റൺ ഞായറാഴ്ച നടത്തി. ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളും വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. പാവർട്ടി SHO ആന്റണി ജോസഫ് നേറ്റോ വൺവേ സംവിധാനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റോ ലിജോ നേതൃത്വം നൽകി. ചാവക്കാട്, ഗുരുവായൂർ ഭാഗങ്ങളിൽ നിന്ന് പാവർട്ടിയിലേക്ക് എത്തുന്ന വാഹനങ്ങൾ നേരിട്ട് സെന്ററിലേക്ക് പ്രവേശിക്കാതെ ബസ് സ്റ്റാൻഡ് വഴി ഇടത്തോട്ട് തിരിഞ്ഞ് കിഴക്കേ റോഡ് വഴിയാണ് സെന്ററിലെത്തേണ്ടത്. അതേസമയം കുണ്ടുവക്കടവ് റോഡിൽ നിന്ന് എത്തുന്ന എല്ലാ വാഹനങ്ങളും സെന്ററിൽ നിന്ന് ഇടത്തോട്ട് ചാവക്കാട് റോഡിലേക്ക് തിരിയണം. വലത്തോട്ട് തിരിയുന്നത് നിരോധിച്ചിട്ടുണ്ട്. പൂവത്തൂർ ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സെന്ററിൽ നിന്ന് വലത്തോട്ട് ചിറ്റാറ്റുകര റോഡിലേക്ക് തിരിയാൻ അനുമതിയില്ല. അതുപോലെ ചിറ്റാറ്റുകര റോഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാതെ സെന്റർ ചുറ്റി വരേണ്ടതാണ്. ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത ശേഷം ബസ്സുകൾ ചാവക്കാട് റോഡിലെ മാക്സ്വെല്ലിന് സമീപം വീണ്ടും നിർത്തി യാത്രക്കാരെ കയറ്റാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട്. കുണ്ടുവക്കടവ് റോഡ് വഴി പാവർട്ടി സെന്റർ വരെ എത്തുന്ന ഓട്ടോറിക്ഷകൾ അമ്പാടി ബിൽഡിംഗിന് സമീപമാണ് യാത്രക്കാരെ ഇറക്കേണ്ടത്. സെന്ററിൽ എത്തി യു-ടേൺ എടുക്കുന്നത് അനുവദിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. പഞ്ചായത്ത് ജനപ്രതിനിധികൾ, പോലീസ്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ, ഓട്ടോ ടാക്സി യൂണിയൻ പ്രതിനിധികൾ, വ്യാപാരി സംഘടനാ ഭാരവാഹികൾ എന്നിവരാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തത്. പാവർട്ടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജൂൺ 1 മുതൽ പാവർട്ടി ടൗണിൽ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും സ്കൂൾ ടൈമുകളിൽ ദുഷ്ടമായ ഗതാഗതക്കുരുക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. കണ്ടുകൊണ്ടാണ് ട്രാഫിക് റെഗുലേറ്ററി യോഗം കൂടി പോലീസ് അധികാരികളുടെയും മറ്റ് ഉദ്യോഗസ്ഥന്മാരുടെയും ജനപ്രതിനിധികളുടെയും എല്ലാം നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു വൺവേ സംവിധാനം പാവർട്ടിയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്.